ഒരു ദിവസത്തെ ഹാർഡ് വർക്കിന് ശേഷം പിറ്റേ ദിവസം കാലത്ത് ഫുഡ് കഴിക്കാൻ പോകണം ഗൈസ്. എറണാകുളത്ത് ഈ ഒരു സ്പോട്ട് അറിയുന്നവർ കമന്റ് ചെയ്തിട്ടോ. ബാംഗ്ലൂർ ഒറ്റവട്ട പോയെങ്കിലും ആ ഒരു സ്പോട്ട് ഇത്തിരി അവസ്ഥയായിരുന്നു. ഇതുപോലൊരു ചെറിയ ഷോപ്പിൽ ആദ്യത്തെ ബിസിനസ് തുടങ്ങണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഈ ഒരു റോഡ് മുറിച്ചെടുക്കാനായിട്ട് ഒരുപാട് ശ്രദ്ധിക്കണം ഗൈസ്. അതിലൂടെ ആൾക്കാർ നടന്നു പോകേണ്ടതൊന്നും ബസ് ഡ്രൈവേഴ്സ് ഒന്നും കാണുന്നില്ല. മലയാളികളെക്കാളും കൂടുതൽ ഇവിടെ തമിഴ്മാരും ഹിന്ദിക്കാരൊക്കെ. ഒടുക്കത്തെ പണി കാരണം ഭയങ്കര ടയേർഡാണ് ഗൈസ്. പിന്നെ ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ഫുഡ്. എനിക്ക് ആകെ വിഷമം തോന്നിയൊരു കാര്യം, വയറെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ പൈസയാണ് ഉള്ളത് കൊണ്ട് ഓണെന്ന് പറയണ മാതിരി എല്ലാം കൂടി ഞാനൊരു പിടി പിടിച്ച്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് എവിടെ പോയി കഴിച്ചാൽ സെറ്റ് ആവൂല. ഫുഡ് അടിക്കുക കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ലോഡിങ്ങിന് വന്നിരിക്കുകയാണ്. പിന്നെ എല്ലാ പണിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടല്ലോ. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഗോഡൗൺ. പിന്നെ ഈ ഒരു വണ്ടിയിലാണ് നമ്മുടെ ബുക്സിൻ്റെ ലോഡൊക്കെ കയറേണ്ടത്. ഏകദേശം ഇവിടുത്തെ സ്റ്റോക്കെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു ഗൈസ്. ഇവിടെ ഇരിക്കുന്ന ബണ്ടിൽസ് എല്ലാം ഞാനും ഇവിടുത്തെ പിള്ളേരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഈ കാണുന്ന സ്റ്റോക്കുകളെല്ലാം നമുക്ക് നമ്മുടെ അപ്പുറത്തെ ബ്രാഞ്ചിലോട്ട് എത്തിച്ചു കൊടുക്കണ്ട കേട്ടോ. ബുക്സ് എന്ന് പറഞ്ഞിട്ട് എന്ത് വെയിറ്റ് എന്നറിയൂ. ഈ ഒരു ടൈമാണ് ഞങ്ങൾ റെസ്റ്റ് എടുക്കുന്ന ടൈം. 2 ദിവസമായിട്ട് നല്ല ഹാർഡ് വർക്കാണ് ഗൈസ്. അതിൻ്റെതായ ക്ഷീണം എൻ്റെ മുഖത്തും കാണാനുണ്ട്. ഞാൻ എൻ്റെ പിള്ളേരൊക്കെ കൂടിയിട്ട് നമ്മൾ ആ സ്റ്റോക്ക് ഇറക്കാൻ പോകണതാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാൻ പോയി.